ഞാൻ എൻ്റെ കാര്യം പറയാം. അദ്ദേഹം ഇത്രയധികം ജനപ്രീതിയുള്ള ഒരാളാണ് എന്ന് ആ 3 ദിവസം നീണ്ട ആ വിലാപയാത്ര കാണുമ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഈ അബദ്ധം പറ്റിയ ആദ്യത്തെ അവസാനത്തെ ആളല്ല ഞാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എതിരുള്ള പാർട്ടിക്കാർക്കൊക്കെ ഈ അളവിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചരമ ശുശ്രൂഷ കിട്ടേണ്ട ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഒരു പാർട്ടിയുടെ ഒരു നേതാവിന് ഒരു കാലത്തും അത്രയും വലിയ ഒരു അശ്രുപൂജ കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ അമ്പരന്നു കേട്ടോ, ടിവിയുടെ മുമ്പ് നിന്ന് എണീറ്റ് പോകാൻ പറ്റാത്ത മാതിരി ഇത് എന്താണ് ഈ നടക്കുന്നത് എന്ന് അറിയാതെ. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അത് പ്രതിപക്ഷ പാർട്ടിക്കാരാൽ, മാധ്യമങ്ങളാൽ, പലപ്പോഴും സ്വന്തം പാർട്ടിക്കാരാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 2013 ഉയർന്നു വന്ന സോളാർ വിവാദം. അത് എൻ്റെ കണക്കിന് സത്യാനന്തര കാലം എന്ന് നമ്മൾ പറയുമല്ലോ, പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി, ആ പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തരം എന്താണ് രാഷ്ട്രീയത്തിൽ നടക്കുക എന്നതിന് കേരളീയമായ ഏറ്റവും നല്ല ഉദാഹരണമാണത്. ഉമ്മൻചാണ്ടി തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും സർക്കാരിൻ്റെ ഒരു നയാ പൈസ ആ വകയിൽ നഷ്ടം വന്നിട്ടില്ല. അത് ഏതാനും വ്യക്തികൾ വേറെ വ്യക്തികളെ വഞ്ചിച്ച കേസാണ്, അത് കേസ് തന്നെയാണ്, അത് സംശയമില്ല. പക്ഷേ അതിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറയാണ്. അപ്പോൾ എന്താണ്, ഉമ്മൻചാണ്ടി അവരുടെ ഓഫീസിൽ കയറി ഇറങ്ങിയിരുന്നു, അതൊക്കെ പിന്നീട് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടി അതിൻ്റെ അന്വേഷണം നേരിട്ടു, എന്തൊക്കെ അദ്ദേഹം സഹിച്ചു. അതായത് അന്ന് എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നുന്നത്, അന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ, വല്ലവരും അല്ല, VS ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അധിക്ഷേപിച്ച് സഭയിൽ സംസാരിച്ചതാണ്. ഇതിനൊന്നും ഒരു കാര്യമില്ല എന്ന് പിന്നീട് മനസ്സിലായി. അദ്ദേഹം അങ്ങേയറ്റം നിരപരാധിയാണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യമായത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. എന്തൊരു കഷ്ടം നടിച്ചു നോക്കും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അപ്പോ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അതിലിപ്പോ എനിക്ക് പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. PC ജോർജിനെ പോലെ ഇത്രയും കാലം നിയമസഭാംഗമായിരുന്ന ഒരാള് ഇതിനൊക്കെ താൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് പച്ച നുണ പറയാണല്ലോ. അതൊരു വഞ്ചന കേസിന്റെ കൂട്ടത്തിൽ അതിന് എരിവും പുളിയും നൽകാൻ വേണ്ടി അതിനകത്ത് ലൈംഗികത കൊണ്ടുവന്നു. എന്നിട്ട് ഗവൺമെന്റിന്റെ ചീഫ് വിപ്പായിരുന്ന 4-5 തവണ മൂന്നാറിന്ന് MLA ആയിട്ടുള്ള PC ജോർജിനെ പോലെ ഒരു മുതിർന്ന നേതാവ് കള്ളസാക്ഷ്യം പറയാണ്. ആലോചിച്ച് എന്താണ് എൻ്റെ സ്ഥിതി. എന്നിട്ട് മറ്റേ വീഡിയോ ഉണ്ട്, മറിച്ചേ ചിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് ടെലിവിഷൻ ക്യാമറക്കാരും പത്രക്കാരും ഒക്കെ ഇവരുടെ കൂടെ ഈ സോളാർ കേസിലെ പ്രതികളുടെ പിന്നാലെ പായാണ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് 2013 ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ നേരെ കല്ലെറിയാണ് കണ്ണൂരിൽ. എറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി. ആ പുറത്തിറങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു വാക്യം ഞാൻ ഒരിക്കലും ഇത് മറന്നുപോല. അദ്ദേഹം ആദ്യം പറയുന്നത്, ഈ വകയിൽ ആരും ഹർത്താൽ നടത്തരുത് എന്നാ. അങ്ങനെ പറയുന്ന നേതാക്കന്മാരുണ്ടല്ലോ കേരളത്തിൽ എന്ന് എനിക്ക് വലിയ അഭിമാനം തോന്നിയ സമയത്ത്. ഹർത്താൽ ഉണ്ടായില്ലല്ലോ. ഒരു ഹർത്താൽ എന്ന് കേരളത്തിൽ പറഞ്ഞാൽ അത് ബന്ദാണ്. ഏറ്റവും ചുരുങ്ങിയത് 2000 കോടി രൂപയുടെ നഷ്ടം ഉൽപാദന രംഗത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് കേരള ബന്ദ് അല്ലെ കേരള ഹർത്താൽ എന്ന് പറയുന്നത്. എന്തൊക്കെ അക്രമം നടക്കും. അപ്പൊ എറിഞ്ഞ് തല പൊട്ടിച്ചിട്ട് 2017 മാർച്ചിൽ പിണറായി വിജയൻ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരായിട്ട് വിമാനത്തിൽ വെച്ച് 2 ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചു. എന്തൊരു ബഹളായിരുന്നു. ഒരു പരിക്കും അദ്ദേഹത്തിന് പറ്റിയില്ല. പറ്റാഞ്ഞത് നന്നായി. ഞാൻ പറയുന്നത്, അത് വധശ്രമത്തിന് കേസെടുക്കുക. ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞ ആളുകളോട് അദ്ദേഹം മാപ്പാക്കി കോടതിയിൽ അദ്ദേഹം അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക ചെയ്തത്. അതിലെ പ്രതിയായ COT നസീർ ഉമ്മൻചാണ്ടിയുടെ ഒരു ആരാധകനെ അദ്ദേഹം പാർട്ടി വിട്ടു എന്നാണ് ഞാൻ പിന്നീട് കേട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് അന്നുണ്ടായത്? 2013 നവംബർ 12 തീയതി എൻ്റെ ഓർമ്മ. 9-10 മണിക്കൂർ കേരള സെക്രട്ടേറിയറ്റ് സ്തംഭിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ വരികയാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണം. എന്താ? സോളാർ കേസിന്റെ വകയിൽ. ആ സമരം ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡ. അതിൽ സംസാരിക്കുന്ന ഒരാളാരാണ്? അന്ന് CPM ദേശീയ സമിതി കാര്യദർശിയായ
നമ്മുടെ പ്രകാശ് കാരാട്ട്. അത്ര വലിയ സമരമാണ്. അത്രയും വലിയൊരു സമരം കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഒരിക്കലും നേരിട്ടിട്ടില്ല. അതിന് മാത്രം ആളുകൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് ആളുകൾ വരികയാണ്. എന്തിന്? ഇദ്ദേഹം രാജിവെക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം, ആ കമ്മീഷൻ മുമ്പിലൊക്കെ അദ്ദേഹം പോയല്ലോ, എന്തുണ്ടായി? അപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും വരുന്ന കാര്യം എന്താ? പിണറായി വിജയന്റെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്നാ. എന്തൊക്കെയാണ്? എനിക്കിവിടെ ആവർത്തിക്കാൻ ഇഷ്ടമല്ല. അത്രയധികം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പാർട്ടിക്കാരും വേട്ടയാടിയ ഒരാളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരു പുഞ്ചിരി കൊണ്ട് അത് തോൽപ്പിച്ചു. അദ്ദേഹം അന്നോ പിന്നീടോ ഒരാൾക്കെതിരായിട്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സണ്ണിക്കുട്ടി അബ്രഹാം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയല്ലോ. എഴുതുമ്പോ ഒക്കെ ഏതെങ്കിലും ഒരാൾക്കെതിരായിട്ട് എന്തെങ്കിലും വന്നു തോന്നിയാൽ അത് അദ്ദേഹം വെട്ടാൻ പറയുന്നതാണ് സണ്ണിക്കുട്ടിയുടെ ഇന്റർവ്യൂ പറഞ്ഞാൽ കേട്ടത്. കാരണം ഒരാൾക്കെതിരായിട്ട് തന്റെ വായിന്ന് ഒരു വാക്ക് വീണു പോകരുത്. അപ്പോ അഹിംസ പ്രായോഗികമാണ് എന്ന് വിചാരിക്കുന്ന ഒരു നേതാവാണല്ലോ ഇദ്ദേഹം, ഞാൻ വിചാരിച്ചു. കാരണം ആ കല്ലെറിഞ്ഞ് നെറ്റി പൊട്ടിച്ചപ്പോ ഹർത്താൽ പാടില്ല, കാർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാം ഹർത്താൽ പാടില്ല. അപ്പൊ ആ തരത്തിലുള്ള വലിയൊരു നേതാവ്, ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ ജനപ്രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ വിലാപത്തിന്റെ വലിയ സ്വാധീനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിഷ, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സ്നേഹമാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയെ പൊതുവെ ആളുകൾ പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുണ്ടാവും, എതിർമുന്നണിക്കാരെന്തായാലും പരിഹസിച്ചു. ഒരു വില്ലേജ് ഓഫീസറുടെ പണിയാണ്. ഞങ്ങൾക്കൊരു സങ്കടം പറയാൻ ഒരാളുണ്ട് എന്നുള്ള വിശ്വാസം ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാണ്. ഞാനിപ്പോൾ കോഴിക്കോട്ടൊരു അനുഭവം പറയാം. 16 കൊല്ലമായി പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥാപനമാണ് കോം ട്രസ്റ്റ്. അതിൽ മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഒരു പ്രയോജനവും അവിടുത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 105 ജീവനക്കാർ അവർ തെരുവിലാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവിടെ ഇത് പൂട്ടി. കാരണം അതൊരു ലാൻഡ് മാഫിയ, ഭൂമാഫിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അവരുടെ ഒരു സമരത്തിന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ പ്രത്യേകിച്ചും അതുപോലെ പ്രായമായ ആൾക്കാരൊക്കെ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഒരാൾ ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആത്മഹത്യ കുറഞ്ഞത്. എന്നുവെച്ചാൽ എന്താ പറ്റി? ഏറ്റവും ആദ്യം അദ്ദേഹം ചെയ്തത്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൽക്കാലത്തെ ആശ്വാസം എന്നുള്ളവർക്ക് മാസത്തിൽ 5000 ഉറുപ്പിക അനുവദിക്കുകയാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമായിരുന്നു, ഈ കോൺട്രസ്റ്റ് കമ്പനി വീണ്ടും തുറക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോ ജനങ്ങൾക്ക് കാണാൻ, ജനങ്ങൾക്ക് സംസാരിക്കാൻ, ജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റിയ ഒരു ഓഫീസാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനത്തെ ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെത്. അതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അത് ഇവിടെ കോൺഗ്രസ്സുകാർ തന്നെ എല്ലാ നേതാക്കന്മാർക്കുള്ള ഗുണങ്ങളല്ല. ഇതിപ്പോ ഒറ്റപ്പെട്ടൊരു തീർച്ചയായിട്ടും അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്. അദ്ദേഹത്തെ ദ്രോഹിക്കാൻ കൂടിയതിൽ ഇടതുപക്ഷം മാത്രമല്ല അദ്ദേഹത്തിന്റെ മുന്നണിക്കാരും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പല ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം, ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അതിന്റെ വാസ്തുവിൽ എന്താണ് സംഭവിച്ചത്? ആ കത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഹാജരാക്കിയിരുന്നത്. ആ കത്തിന്റെ പിന്നാലേക്ക് ആയിരുന്നല്ലോ മാധ്യമ ചർച്ചകളും ഇവിടുത്തെ ലേഖനങ്ങളും വലിയ കോലാഹലങ്ങളും ഒക്കെ. അത് വ്യാജമായി ഉണ്ടാക്കിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കാനത് സത്യാനന്തര കാലത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ആ കത്ത്. ആ കത്ത് ആരാണ് ഈ തരത്തിൽ അതിൽ 4 പേജ് എഴുതി ചേർത്തത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പിണറായി ഗവൺമെന്റിനുണ്ട്. കാരണം ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2013 നവംബറിൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് കണ്ട ഏറ്റവും വലിയ സമരം. അത്രയധികം എനിക്ക് അറിഞ്ഞൂടാ, അന്ന് വാർത്തകളിൽ വന്ന് 10,000 എന്നാണ്. അത്ര വലിയ 9-10 മണിക്കൂർ അത് സ്തംഭിപ്പിച്ച സമരം, അത്ര വലിയ സമരം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പറയാൻ ഇടയാക്കിയത് അതിലെ മലയാളികളായ ആളുകൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമക്കാരും ഒക്കെ ഏറ്റവും രസം പിടിച്ചത് അതിലെ ലൈംഗിക ആരോപണത്തിലാണ്. അതാണ് നമ്മുടെ മനോവൈകൃതം കാണിക്കേണ്ടത്. അപ്പോ അന്ന് VS ഒരിക്കലും പറഞ്ഞിരുന്നു, അവള് കള്ളിയല്ലേ. ആ പറഞ്ഞ സോളാർ നായികയെ പറ്റി കള്ളം പറയുന്ന ആളാണ് എന്ന് പറഞ്ഞത് വല്ലവരും അല്ല, VS ആണ്. പക്ഷേ VSന്റെ ആ വാക്കാരും കേട്ടില്ല. അതൊക്കെ വേദവാക്യമാക്കി എടുത്തിട്ട് മാധ്യമങ്ങളിലും പാർട്ടി ചർച്ചകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അപ്പൊ അദ്ദേഹം രാജിവെക്കുക എന്നുള്ളത്, ഞാൻ എൻ്റെ തോന്നല് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
ഉമ്മൻചാണ്ടിയുടെ ആ ഗവൺമെന്റിന് ഭരണ തുടർച്ച ഇല്ലാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോളാർ അഴിമതി വിവാദമാണെന്നാണ് എൻ്റെ തോന്നല്. കാരണം ആ അളവിൽ ഉണ്ണാതെ ഉറങ്ങാതെ ആളുകളെ കാണുകയും അവരുടെ നിവേദനങ്ങൾ സ്വീകരിക്കുകയും അവരോട് മറുപടി പറയുകയും അവർക്ക് ഫോൺ ചെയ്യുകയും ഒക്കെ ചെയ്തു. കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എത്രയോ വാർത്തകൾ, എത്രയോ ലേഖനങ്ങൾ, എത്രയോ അനുസ്മരണ കുറിപ്പുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടു. അതൊന്നും ഇവിടെ സാധാരണമാണെന്ന് വിചാരിക്കാൻ വയ്യ. ഈ അളവിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു നേതാവിന്റെ മനസ്സിൽ ബാക്കി നിൽക്കും. അദ്ദേഹം അവർക്ക് വേണ്ടി ഊണും ഉറക്കും ഒഴിഞ്ഞ് പെരുമാറുന്ന പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന് സ്നേഹമുണ്ട് എന്നാണ്. അതിൽ പാർട്ടിയുടെയോ പ്രദേശത്തിൻ്റെയോ ജാതിയുടെയോ മുന്നണിയുടെയോ ലിംഗത്തിൻ്റെയോ ഒരു പരിഗണനയും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടക്കമുള്ള എത്രയോ ആളുകൾ, എൻ്റെ പരിമിതി എനിക്കറിയാം. കാരണം ഉമ്മൻചാണ്ടി ഇത്ര വലിയൊരാളാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വളരെ എനിക്ക് മതിപ്പ് തോന്നിയത് ആ 2013 നവംബറിൽ ഉണ്ടായ അല്ല ഒക്ടോബറിലുണ്ടായ കല്ലേറാണ്. അപ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളുടെ സ്നേഹം കിട്ടുകയും ചെയ്യുന്ന ഒന്നാണ്. എനിക്കതിൽ ഏറ്റവും വലിയ മതിപ്പ് തോന്നിയത് നിഷ, കേരളീയർക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമോ ഒരാളെ? കേരളീയർക്ക് ഇങ്ങനെയൊക്കെ നന്ദി കാണിക്കാൻ കഴിയുമോ? കേരളീയർക്ക് ഇങ്ങനെയൊക്കെ വിലപിക്കാൻ കഴിയുമോ? അവരുടെ കാരുണ്യവും സ്നേഹവും നന്ദിയും ഒക്കെ കണ്ടപ്പോൾ ഒരു കേരളീയൻ എന്നുള്ളതിൽ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണത്. കാരണം ഏത് പാർട്ടിയോ ജാതിയോ മുന്നണിയോ ആവട്ടെ, ഒരാൾ മരിക്കുമ്പോൾ ഇനി അത് കാണാൻ ആരും ഇല്ലല്ലോ. നിങ്ങൾ കരയുന്നത് നിങ്ങൾ സ്വന്തമായി കരയാണ്, അത് വേറൊരാൾ കാണാനല്ല. അങ്ങനെ അവർ സംസാരിക്കുകയും പൂക്കൾ കൊണ്ടുവരികയും അവിടെ ഒഴിയാതെ കൂടുകയും ആ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത്രയൊക്കെ നന്ദിയുണ്ട്. പൊതുവെ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നന്ദിയില്ല, സ്നേഹമില്ല, കരുണയില്ല, കണ്ണീരില്ല എന്നൊക്കെയാണ്. അതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് വരുത്തിയത് ഉമ്മൻചാണ്ടിയുടെ മരണമാണ്. ആ മരണത്തോട് അദ്ദേഹത്തിന്റെ സ്മരണയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് ആ ഓർമ്മകളോട് കൂടിയാണ്.